എല്ലാവർക്കും മല്ലോ ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും മാച്ച് അനാലിസിസുകളും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശകരവും അതിനിർണായകവുമായ ഫൈനൽ പോരാട്ടത്തിനായുള്ള കൗണ്ട് ഡൗൺ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റുപോലെ അതിവേഗം ആരംഭിച്ചിരിക്കുകയാണ്. ഭൂഗോളത്തിന്റെ ഓരോ കോണിലും ഫുട്ബോൾ ജ്വരം പടർന്നു പിടിക്കുമ്പോൾ ഇതൊരു വെറുമൊരു ഫൈനൽ മത്സരമല്ല, മറിച്ച് ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചുറ്റുനോക്കുന്ന, ഗ്രൗണ്ടിലെ ഓരോ പുൽക്കൊടിയെ പോലും ആവേശഭരിതമാക്കുന്ന കായിക ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസ യുദ്ധമാണെന്ന് ഏവർക്കും അറിയാം. ആരാധകർ മുതൽ ഫുട്ബോൾ പണ്ഡിതൻ വരെ ഒരുപോലെ ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഈ ആവേശാഗ്നിയിലേക്ക് എണ്ണയൊഴിച്ചുകൊണ്ട് ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് എന്നിവർ ലോകകപ്പ് കിരീടം ആര് നേടുമെന്ന തങ്ങളുടെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ വ്യത്യസ്ത ശൈലികളിലും ഭാഷകളിലും സംസാരിക്കുന്ന ഈ 4 വമ്പൻ താരങ്ങളും ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നത് ഒന്നുതന്നെയാണ്. അതിലാദ്യമായി പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സ്വതസിദ്ധമായ ആത്മവിശ്വാസം നിറഞ്ഞ ശൈലിയിലാണ് അർജന്റീനയുടെ കിരീടധാരണത്തെക്കുറിച്ച് വാചാലനായത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ എതിരാളികളാണെങ്കിലും മെസ്സിയോടുള്ള തന്റെ അഗാധമായ ബഹുമാനവും അർജന്റീനയുടെ തന്ത്രങ്ങളോടുള്ള മതിപ്പും റൊണാൾഡോയുടെ വാക്കുകളിൽ വ്യക്തമായി നിഴലിച്ചിരുന്നു. കളിക്കളത്തിൽ മെസ്സി നടപ്പിലാക്കുന്ന മാന്ത്രിക നീക്കങ്ങളെയും അർജന്റീനയുടെ ആസൂത്രിതമായ ഗെയിം പ്ലാനിനെയും തടയാൻ നിലവിലൊരു പ്രതിരോധ നിരയ്ക്കും കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അർജന്റീന കളിക്കുന്ന ആ ശൈലി അതിമനോഹരമാണ്. ലയണൽ മെസ്സി വെറുമൊരു ഫുട്ബോൾ താരമല്ല, അവൻ ഈ കായിക ലോകത്തിന്റെ തന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന പ്രതിഭാസമാണ്. ആളുകൾ പലപ്പോഴും സച്ചിനെയൊക്കെ ക്രിക്കറ്റിലെ ദൈവമെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഒരു കായിക ഇനത്തിൽ ഒരു മനുഷ്യന് കൈവരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പൂർണ്ണത വെച്ച് നോക്കുമ്പോൾ മെസ്സിയാണ് യഥാർത്ഥത്തിൽ എന്റെ കണ്ണിൽ ആ ക്രിക്കറ്റിലെ ദൈവം, അവനൊരു അമാനുഷികനാണ് എന്ന് പറഞ്ഞ റൊണാൾഡോ മെസ്സിയുടെ ആ അസാമാന്യമായ തന്ത്രങ്ങൾക്ക് മുന്നിൽ എതിരാളികൾ അടിയറവ് പറയുമെന്നും ആ സുവർണ കിരീടം അർജന്റീനയിലേക്ക് തന്നെ പോകുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. മറുവശത്ത് ബ്രസീലിയൻ മാന്ത്രികൻ നെയ്മർ തന്റെ പ്രിയ സുഹൃത്തായ മെസ്സിയെക്കുറിച്ചും അർജന്റീനയുടെ കുതിപ്പിനെക്കുറിച്ചും അതിയായ വൈകാരികതയോടെയും സ്നേഹത്തോടെയുമാണ് സംസാരിച്ചത്. കളിക്കളത്തിൽ അർജന്റീന പുറത്തെടുക്കുന്ന ഉത്തിണക്കവും കോച്ച് സ്കെലോണിക്ക് കീഴിലുള്ള അവരുടെ അസൂയാവരമായ ടീം വർക്കും നെയ്മർ പ്രത്യേകം എടുത്തു പറഞ്ഞു. മെസ്സിയുടെ കാൽ കീഴിൽ പന്ത് ലഭിക്കുമ്പോൾ മൈതാനത്ത് സംഭവിക്കുന്ന മാന്ത്രികതയെക്കുറിച്ച് വലിയ ആവേശത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. മെസ്സി എനിക്ക് വെറുമൊരു എതിരാളിയല്ല, എന്റെ സ്വന്തം സഹോദരനാണ്. അവൻ കളിക്കുന്നത് കാണുക എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാവ്യാനുഭവമാണ്. അവൻ പന്തുമായി കുതിക്കുമ്പോൾ ശരിക്കും ആ ക്രിക്കറ്റ് ദൈവം മൈതാനത്ത് അവതരിച്ചതുപോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അത്രമാത്രം മാസ്മരികമാണ് ആ ചുവടുകൾ. അർജന്റീനയുടെ ആക്രമണ തന്ത്രങ്ങളും മെസ്സിയുടെ ആ അപാരമായ ഗ്രൗണ്ട് വിഷനും ചേരുമ്പോൾ ഈ ഫൈനലിൽ അവരെ തടഞ്ഞു നിർത്താൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഈ വിശ്വകിരീടം മെസ്സി തന്നെ ഉയർത്തും എന്ന് നെയ്മർ വ്യക്തമാക്കി. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തികച്ചും വിശകലനാത്മകമായാണ് അർജന്റീനയുടെ വിജയസാധ്യതകളെ വിലയിരുത്തിയത്. എതിരാളികളുടെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് തന്ത്രങ്ങൾ മെനയുന്ന അർജന്റീനയുടെ പ്രതിരോധവും ആക്രമണവും തമ്മിലുള്ള ആ കൃത്യമായ ബാലൻസിനെ എംബാപ്പെ വാനോളം പുകഴ്ത്തി. കളിയുടെ ഗതി ഒറ്റ നിമിഷം കൊണ്ട് തന്റെ മാന്ത്രിക പാസുകളിലൂടെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള മെസ്സിയുടെ ബ്രില്യൻസിനെ എംബാപ്പെ വിസ്മയത്തോടെയാണ് ഓർത്തെടുത്തത്. അർജന്റീനയുടെ തന്ത്രങ്ങൾ അതിസൂക്ഷ്മവും അപകടകരവുമാണ്, പ്രത്യേകിച്ച് മെസ്സിയുടെ തീരുമാനങ്ങൾ. എവിടെ പാസ് നൽകണം, എപ്പോൾ ഗിയർ മാറ്റണമെന്ന് അവനെപ്പോലെ കൃത്യമായി അറിയാവുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല. ആ ഒരു കടിശത കാണുമ്പോൾ അവൻ ശരിക്കും ഒരു ക്രിക്കറ്റ് ദൈവം കളിക്കളത്തിലിറങ്ങി അത്ഭുതങ്ങൾ തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അവനെ തളയ്ക്കുകയെന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. അതിനാൽ ഈ ലോകകപ്പും അർജന്റീനയുടെ ക്യാബിനിൽ തന്നെ ഇരിക്കാനാണ് എല്ലാ സാധ്യതയും എന്ന് എംബാപ്പെ തന്റെ പ്രവചനം രേഖപ്പെടുത്തി. അവസാനമായി നോർവീജിയൻ ഗോളടിയന്ത്രമായ എർലിംഗ് ഹാലൻഡ് തന്റെ വിനാശകരമായ കളിശൈലിക്ക് സമാനമായ ഊർജ്ജത്തോടെ അർജന്റീനയുടെ ആക്രമണോത്സാഹത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒരു പക്ക സ്ട്രൈക്കർ എന്ന നിലയിൽ മെസ്സി തന്റെ സഹതാരങ്ങൾക്ക് നൽകുന്ന കൃത്യതയായ പാസുകളെയും അർജന്റീനയുടെ ഗെയിം പ്ലാനിനെയും ഹാലൻഡ് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അർജന്റീന കളിക്കുന്ന രീതി ഒരു വലിയ യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെ അതിശയകരമാണ്. മെസ്സിയുടെ കാൽപാദങ്ങളിൽ നിന്നും പിറക്കുന്ന ഓരോ നീക്കവും എതിരാളികളുടെ നെഞ്ചിലേക്കുള്ള വെടിയുണ്ടകളാണ്. എല്ലാ കായിക ഇനങ്ങളിലും അതികായന്മാരുണ്ട്. ക്രിക്കറ്റിലെ ദൈവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഫുട്ബോൾ മൈതാനത്ത് ആ ദൈവിക പരിവേഷം മെസ്സിക്ക് മാത്രമുള്ളതാണ്. അവന്റെ തന്ത്രപരമായ ബുദ്ധിയും ഇളം തലമുറയെ ഒപ്പം ചേർത്ത് ടീമിനെ നയിക്കുന്ന രീതിയും കാണുമ്പോൾ ഈ ലോകകപ്പ് അർജന്റീനയല്ലാതെ മറ്റാരും നേടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും ഫുട്ബോൾ ലോകത്തെ ഈ വലിയ 4 ഇതിഹാസങ്ങളും ഒരേ സ്വരത്തിൽ അർജന്റീനയുടെ കിരീടധാരണം പ്രവചിക്കുമ്പോൾ ആരാധകരുടെ ആവേശം ഇരട്ടിയാവുകയാണ്. പോരാട്ടത്തിനായുള്ള വാളുകൾ മൂർച്ചകൂട്ടി അർജന്റീനയും അവരുടെ ഫൈനൽ എതിരാളികളും തയ്യാറായി കഴിഞ്ഞു. ആവേശത്തിന്റെ അലയൊളികൾ സൃഷ്ടിച്ചുകൊണ്ട് അരങ്ങേറാൻ പോകുന്ന ഈ ഐതിഹാസിക ഫൈനൽ പോരാട്ടത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ വിസ്മയങ്ങളാകും.
മെസ്സിയുടെ ആ മാന്ത്രിക കാലുകൾ ലോകകപ്പിൽ വീണ്ടും മുത്തമിടുമോ, അതോ ഫൈനൽ മൈതാനത്ത് മറ്റൊരു അട്ടിമറിക്ക് ചരിത്രം സാക്ഷ്യം വഹിക്കുമോ എന്നറിയാനായി നമുക്ക് കാത്തിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അർജന്റീന വീണ്ടും ലോകകപ്പ് ഉയർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ആവേശകരമായ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.